നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ഇസ്രയേൽ US സഖ്യം 4ാം നാളും യുദ്ധം തുടരുന്നു. കടലിടുക്ക് അടച്ച് ഇറാൻ. കുവൈറ്റിൽ അമേരിക്കൻ എംബസിക്ക് നേരെയും ആക്രമണം. തൃശൂർ കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ BJP കൌൺസിലർമാരുടെ പ്രതിഷേധം. നഗരത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കുടങ്ങളുമായി എത്തിയായിരുന്നു പ്രതിഷേധം. മണ്ണുത്തിയിൽ MDMAയുമായി യുവാവ് എക്സൈസിന്റെ പിടിയിൽ. നെല്ലിക്കുന്ന് സ്വദേശി പ്രവീണാണ് പിടിയിലായത്. എരുമപ്പെട്ടി കുട്ടഞ്ചേരിയിൽ കാട്ടുപന്നിയിടിച്ച് പിക്കപ്പ് വാഹനം പാടശേഖരത്തിലേക്ക് മറിഞ്ഞ് ദമ്പതികൾക്ക് പരിക്കേറ്റു. ചാത്തന്നൂർ ഒഴുവത്ര പ്രമോദ് കുമാർ, ഭാര്യ പ്രഭിത എന്നിവർക്കാണ് പരിക്കേറ്റത്. ചാലക്കുടി നായരങ്ങാടിയിൽ കാണാതായ പെയിന്റിംഗ് തൊഴിലാളിയുടെ മൃതദേഹം പാറമടയിൽ കണ്ടെത്തി. കോടശ്ശേരി നായരങ്ങാടി പൂവത്തിങ്കൽ വീട്ടിൽ വേലായുധന്റെ മകൻ 50 വയസ്സുള്ള ഷൈജുവാണ് മരിച്ചത്. മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ KP ഉണ്ണികൃഷ്ണൻ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. സംസ്കാരം നാളെ രാവിലെ നടക്കും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തായ്ക്കൊണ്ടോ ഇന്റർ കോളേജ് മത്സരത്തിൽ വെള്ളറക്കാട് സ്വദേശി ജിഫ്രീൻ ഖാദർ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി. കോഴിക്കോട് ശ്രീ ഗുരുവായൂരപ്പൻ കോളേജിലെ 2ാം വർഷ BBA വിദ്യാർത്ഥിയാണ്. അമേരിക്കൻ ഇസ്രയേൽ ഭീകരത ലോകത്തിന്റെ സമാധാനം തകർക്കുന്നതിനെതിരെ SDPI മണലൂർ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധിച്ചു. പാവറട്ടി സെന്ററിൽ നടന്ന പ്രതിഷേധ മാർച്ച് മണ്ഡലം സെക്രട്ടറി RV ഷഫീർ ഉദ്ഘാടനം ചെയ്തു. തിരുവളയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം തണൽ ഭവന പദ്ധതിയുടെ ഭാഗമായുള്ള സ്വപ്ന ഭവനത്തിന്റെ താക്കോൽ കൈമാറ്റം MLA NK അക്ബർ നിർവഹിച്ചു. PTA പ്രസിഡന്റ് ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു. ആലത്തൂർ ALP സ്കൂളിലെ വാർഷികാഘോഷം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. പറപ്പുക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പാവറട്ടി തജ്നീദ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ മാനവ സൌഹൃദ ഇഫ്താർ സംഗമം നടത്തി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വികസന സമിതി ചെയർമാൻ MK അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. പാടൂർ അലിമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ കലാജാഥയുമായി പര്യടനം നടത്തി. വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി ജേക്കബ് കലാജാഥയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വടക്കാഞ്ചേരി ശിഹാബ് തങ്ങൾ കാരുണ്യ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ റമദാൻ റിലീഫ് കിറ്റ് വിതരണം ചെയ്തു. IUML ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് റഷീദ് ഉദ്ഘാടനം ചെയ്തു. വെസ്റ്റ് മങ്ങാട് സെന്റ് ജോസഫ് ആൻഡ് സെന്റ് സിറിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ യുദ്ധവിരുദ്ധ റാലിയും സെമിനാറും നടന്നു. പ്രധാന അധ്യാപിക KS ജെൻസി റാലി ഉദ്ഘാടനം ചെയ്തു. വാഴച്ചാൽ കാടർ ഉന്നതിയിലെ വീട്ടിൽ നിന്ന് രാജവെമ്പാലയെ പിടികൂടി. കാടർ വർഗീസിന്റെ വീടിനകത്തുനിന്നാണ് 18 അടി നീളമുള്ള പാമ്പിനെ പിടികൂടിയത്. കോലടി പഞ്ചായത്ത് പ്രസിഡന്റ് NA സാബുവിന് നേരെ മർദ്ദനം. CPM ലോക്കൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലായിരുന്നു ആക്രമണമെന്ന് സാബു. മാള ബ്ലോക്ക് പഞ്ചായത്ത് വികസന സെമിനാറിൽ കരട് പദ്ധതി രേഖ അവതരിപ്പിച്ചു. വികസന സെമിനാർ VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. കൃഷി, പാർപ്പിടം, മാലിന്യ സംസ്കരണം, കുടിവെള്ളം എന്നിവയ്ക്ക് ഊന്നൽ നൽകി എടത്തിരുത്തി പഞ്ചായത്ത് ബജറ്റ് 45,62,52,094 രൂപ വരവും 45,53,17,000 രൂപ ചിലവും 43,35,094 രൂപ മിച്ചവുമുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത്. മാള പുത്തഞ്ചിറയിൽ നിന്ന് കാണാതായ വയോധികനെ കൊമ്പത്തുകടവിൽ കണ്ടൽക്കാടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മേക്കാട്ടുപറമ്പിൽ 76 വയസ്സുള്ള തോമസ് ആണ് മരിച്ചത്. ഹിന്ദു ഏകതാ സമ്മേളനത്തിന്റെ ഭാഗമായി പാവറട്ടിയിൽ നടന്ന കലാസന്ധ്യയും പൊതുസമ്മേളനവും എഴുത്തുകാരൻ ജയരാജ് മിത്ര ഉദ്ഘാടനം ചെയ്തു. ചൊമായമംഗലത്ത് മന രഞ്ജിത്ത് തിരുമേനി സമ്മേളനത്തിൽ അധ്യക്ഷനായി. ശ്രീനാരായണപുരത്ത് കാന നിർമ്മാണത്തിനിടെ മതിൽ ഇടിഞ്ഞു വീണ് ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു. ഒരാൾക്ക് പരിക്കേറ്റു. വെസ്റ്റ് ബംഗാൾ സ്വദേശി മുഹമ്മദ് മൊഹാബുൽ ഇസ്ലാമാണ് മരിച്ചത്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് കേന്ദ്രത്തിലെ അഗ്നിബാധയുമായി ബന്ധപ്പെട്ട് സിറ്റി പോലീസ് കമ്മീഷണറോടും ഡെപ്യൂട്ടി കളക്ടറോടും ജില്ലാ കളക്ടർ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. 2 വീലേഴ്സ് അസോസിയേഷൻ കളക്ടർക്ക് നൽകിയ പരാതിയിലാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. കേരള കാർഷിക സർവകലാശാല ബിരുദ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഗ്രാമ സഹവാസ ക്യാമ്പിന്റെ ഭാഗമായി വെങ്കിടങ്ങ് പഞ്ചായത്തിൽ കർഷകർക്ക് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പ്രൊഫസർമാരായ ഡോക്ടർ ER അനീന, ഡോക്ടർ V അൻസബ തുടങ്ങിയവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി.
എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നവീകരിച്ച പ്രിൻസിപ്പൽ ഓഫീസിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ മീന സാജൻ നിർവഹിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷയായി. തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നയങ്ങൾക്കെതിരെ NREG വർക്കേഴ്സ് യൂണിയൻ താന്യം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെമ്മാപ്പള്ളി പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ജില്ലാ ജോയിന്റ് സെക്രട്ടറി KR പ്രജിത്ത് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.